പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ വൻതാരയുടെ വന്യജീവി റെസ്ക്യൂ പുനരധിവാസ സംരക്ഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. 2000-ലധികം സ്പീഷീസുകളുടെയും വംശനാശം നേരിടുന്ന 1.5 ലക്ഷത്തിലധികം മൃഗങ്ങളുടെയും ആവാസ കേന്ദ്രമാണ് വൻതാര. ഗുജറാത്തിലെ ജാംനഗർ റിഫൈനറി കോംപ്ലക്സിൽ 3500 ഏക്കർ വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മൃഗപരിപാലന കേന്ദ്രം. അതിലുപരി പ്രതിബദ്ധത, അനുകമ്പ, ശാസ്ത്രീയ മികവ് എന്നിവയുടെ തെളിവായി കൂടി ഈ കേന്ദ്രം നിലകൊള്ളുന്നു. അക്രമത്തിൽ ഇരയായ, ഉപേക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന 1 ദശലക്ഷത്തിലധികം മൃഗങ്ങൾക്ക് ആശ്വാസം ലഭിച്ചത് ഇവിടെയാണ്. ഇത്തരം മൃഗങ്ങളുടെ പരിചരണം ജീവിത ലക്ഷ്യമാക്കിയിട്ടുള്ളത് 2400-ലധികം പേരാണ്. വൻതാര വിഭാവനം ചെയ്ത അനന്ത് അംബാനിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. കുട്ടിക്കാലം മുതൽ അനന്ത് അംബാനി ഈ മേഖലയിലേക്ക് ആകർഷിക്കപ്പെട്ടു. മറ്റു ജീവജാലങ്ങളുമായി ആത്മബന്ധം വളർത്തുകയും ചെയ്തു. നവി മുംബൈയിൽ മൃഗങ്ങൾക്കായി ഒരു ചെറിയ ഷെൽട്ടർ സൃഷ്ടിച്ചതിനു ശേഷം അദ്ദേഹം വൻതാര എന്ന ആശയത്തിന് രൂപം നൽകി. വിശാലമായ ഇടത്തെ വലുതും ചെറുതുമായ എല്ലാ ജീവജാലങ്ങൾക്കും അനുയോജ്യമായ ഒരു ആധുനിക പുനരധിവാസ സംരക്ഷണ കേന്ദ്രമാക്കി മാറ്റി. Across the world, India should have one of the best state-of-the-art animal rescue, like people who rescue animals, wildlife preservation in India. That's our aim, and this is going to be the premier station. But I would like to say that this is just 8-10%. I think boon se sagar banta hai. So I think everyone needs to put in effort. Final 2 questions. ഏഷ്യൻ സിംഹങ്ങൾ, പുള്ളിപ്പുലികൾ, ചെന്നായ്കൾ, കാണ്ടാമൃഗങ്ങൾ, മുതലകൾ, ആനകൾ എന്നിവ ഉൾപ്പെടെ 2000-ലധികം ഇനങ്ങളെ വൻതാര ഉൾക്കൊള്ളുന്നു. വൻതാര നയിക്കുന്ന സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് സമാനമായ പ്രവർത്തനം ലോകത്ത് എവിടെയും ഇല്ല എന്ന് തന്നെ പറയാം. വൻതാര പദ്ധതി നടപ്പാക്കാൻ അനന്തിന് പ്രചോദനമായത് തന്റെ മുത്തശ്ശനായ ധീരുഭായ് അംബാനിയുടെ ദർശനമാണ്. മാതാപിതാക്കളായ മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും പിന്തുണ ഗുണമായി എന്നും അനന്ത് പറയുന്നു. When I was a young child, my mother always would tell me to take care of the animals. So in your childhood also you would do this? I would do it in my childhood. And my father is one of the biggest wildlife buffs. For example, when we were young, I think till the age of 18, I've not gone to any other family holiday except Africa, Ranthambore and the jungles of Kahana, the jungles of Bandhavgarh, Kaziranga. My father would only take us to jungle holidays. So I think they inspired me to do this. And to be honest, സേവനം നടത്തുന്ന ആലയം ആയാണ് സ്ഥലത്തെ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഓരോ മൃഗത്തിനും പരിചരണവും സംരക്ഷണവും ലഭിക്കുന്ന ഒരു സങ്കേതം. blessings and my siblings, Akash and Isha's blessings, I think what you've seen now is only 8-10% of my vision. Lovely. My vision is that at Vantara in Jamnagar, we would like to be the world's most advanced wildlife institute. And we would also like to conserve and breed critically endangered species so we can release them back in their habitat. Because a lot of species, even today as we speak, species are going extinct. Correct. And what you saw today is, so in Hindi there's a saying Chidiyaghar. It's not a chidiya, Sevalya hai. So we have created it as a Sevalya, and it's an area where we only rehabilitate, rescue, preserve, conserve and breed the endangered species. So it's not a zoo, it's not for any entertainment. ഇന്ത്യയുടെ വന്യജീവി സംരക്ഷണ ശ്രമങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നിൽ നിന്ന് തന്നെയാണ് ഇടപെടലുകൾ നടത്തുന്നത്. വന്യജീവികളെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ ധാർമ്മികതയാണ്. അത് ഇന്ത്യൻ പാരമ്പര്യത്തിന്റെയും സംസ്കാരത്തിന്റെയും അവിഭാജ്യ ഘടകമാണെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ മൃഗക്ഷേമത്തിനായുള്ള പ്രതിബദ്ധതയ്ക്ക് പ്രാണിമിത്ര ദേശീയ അവാർഡ് നേടിയ വൻതാര അഥവാ കാട്ടിലെ നക്ഷത്രം എന്ന കേന്ദ്രം സന്ദർശിക്കാൻ പ്രധാനമന്ത്രി ആഗ്രഹിച്ചതിൽ അതിശയമില്ല. പ്രധാനമന്ത്രി വൻതാരയിലെ പച്ചപ്പ് നിറഞ്ഞ ചുറ്റുപാടുകളിലേക്ക് എത്തിയപ്പോൾ അവിടുത്തെ അന്തരീക്ഷം സന്തോഷഭരിതമായിരുന്നു. പരമ്പരാഗത നർത്തകർ പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്തു.
ശാസ്ത്രീയ സംഗീതം അന്തരീക്ഷത്തിൽ അലയടിച്ചു. വൻതാരയുടെ കവാടത്തിൽ മുകേഷ് അംബാനി, നിത അംബാനി, അനന്ത് അംബാനി, ഭാര്യ രാധിക എന്നിവർ അദ്ദേഹത്തെ സ്വീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നതിനു വേണ്ടി നിത അംബാനി ഒരു വിശിഷ്ടമായ ചടങ്ങു തന്നെ നടത്തി. അതിന്റെ ഭാഗമായി 22 ശംഖുകൾ ഒരുമിച്ച് മുഴങ്ങി. പ്രധാനമന്ത്രി റിബൺ മുറിച്ച് അനന്ത് അംബാനിയുടെ ഉത്കൃഷ്ടമായ പ്രോജക്ടിന് അനുഗ്രഹം നൽകിയപ്പോൾ അന്തരീക്ഷത്തിൽ ഹർ ഹർ മഹാദേവ് എന്ന മന്ത്രങ്ങൾ മുഴങ്ങി. വൻതാരയിലേക്ക് കടക്കുന്നതിന് മുൻപ് പ്രധാനമന്ത്രി മോദിയും അംബാനി കുടുംബവും അംബാമാതാ ക്ഷേത്രത്തിലെത്തി. അവിടെ അവർ പ്രാർത്ഥനകൾ നടത്തി. പരമ്പരാഗത ആരതി ഒഴിയുകയും ചെയ്തു. തുടർന്ന് അനന്ത് അംബാനിക്കൊപ്പം പ്രധാനമന്ത്രി വൻതാരയിലേക്ക് പ്രവേശിച്ചു. പ്രവേശന കവാടത്തിൽ ഗണേശ വിഗ്രഹമുണ്ട്. വിഗ്രഹം ജീവികളെ പരിപാലിച്ചുകൊണ്ട് ദൈവത്തെ സേവിക്കുന്നതിന്റെ സൂചനയാണ്. So as you know that in our Sanatan, you will every deity has an animal which is close to her or his heart. True. Every deity Has a vahana. Vahana Yeah. is an animal. Yeah. So, and in our Rig Veda, Krishna said, Krishna also says that all life is equal. Yeah. May it be a human, or may it be a bee, or may it be an ant, everything is equal. Yeah. Mama So, Ivamshu, Mama, he said. yes. Jeeva- So here we take care from frogs to mice to everything. So I have a whole, today you've seen as a wildlife rescue center. പ്രധാനമന്ത്രി ആധുനിക സൗകര്യങ്ങൾ ഒരുക്കിയ ആശുപത്രി ചുറ്റി നടന്നു കണ്ടു. അനന്ത് അംബാനി അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. മൃഗങ്ങളെ സുഖപ്പെടുത്തുക എന്ന ഏക ലക്ഷ്യത്തോടെ അദ്ദേഹം ജീവസുറ്റതാക്കിയ ഈ ബൃഹത്തായ പദ്ധതിയുടെ ഉൾക്കാഴ്ചകൾ വിശദീകരിച്ചു. വൻതാരയെ ഒരു മുൻനിര സംരംഭമാക്കി മാറ്റിയ നൂതന രോഗനിർണയ സംവിധാനവും തീവ്ര പരിചരണ വിഭാഗത്തിലെ സൗകര്യവും പ്രധാനമന്ത്രി മോദി നേരിട്ട് കണ്ടു. കുഞ്ഞു ചിമ്പാൻസികൾ മുതൽ ഉരകങ്ങൾ വരെയുള്ള എല്ലാ ജീവികളുടെയും ആരോഗ്യം ഉറപ്പാക്കാൻ തീവ്ര പരിചരണ വിഭാഗങ്ങൾ സഹായിക്കുന്നു. മൃഗത്തിന്റെ അസുഖം തിരിച്ചറിയാൻ MRI, CT സ്കാൻ സെന്ററുകളിൽ ആധുനിക ഉപകരണങ്ങളുണ്ട്. ഏറ്റവും സങ്കീർണമായ കേസുകൾ പോലും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന വിധം ഓപ്പറേഷൻ തിയേറ്ററുകൾ സജ്ജീകരിച്ചിരിക്കുന്നു. Currently you are in our large animal operation theatre. This is our hospital. It's spread over 1.5 lakh square feet. You can see we have a gas anesthesia machine. We have state-of-the-art operation table, operation lights. We have a entire robotic endoscopic machine which we can also do robotic surgery with. We have ventilators. We have everything which is state-of-the-art. I personally have not seen such a well-equipped ICU. So I've visited more than, before I could build this, I visited more than 30 or 40 facilities all across the world, and I took inspiration from every one of them, and those were my inspiration to build this. പ്രധാനമന്ത്രി വൻതാരയിലെ ഒരു നവജാത മൃഗസംരക്ഷണ കേന്ദ്രം സന്ദർശിച്ചു. ജീവികളിൽ ചിലതിനെ എടുത്തു നോക്കുകയും ചെയ്തു. ദിവസങ്ങൾ മാത്രം പ്രായമുള്ള പുള്ളിപ്പുലി, കടുവ, സിംഹക്കുട്ടികൾ എന്നിവയെയാണ് വളരെ ശ്രദ്ധയോടുകൂടി എടുത്തത്. പിന്നീട് സൗമ്യമായി ലാളിച്ചു. അവയ്ക്ക് ഭക്ഷണം നൽകി. പ്രധാനമന്ത്രി വൻതാരയിൽ പര്യടനം നടത്തിയപ്പോൾ ഒരു കൂട്ടം ആൽപ്പാക്കകളെ കണ്ടു. നേർത്ത രോമമുള്ള ഒരിനം ആടുകളാണിവ. ഇവയുടെ സൗമ്യത അദ്ദേഹത്തെ ആകർഷിച്ചു. ഒരു കാലത്ത് ഇന്ത്യയിൽ ധാരാളമായി കണ്ടിരുന്ന കാരക്കലിനത്തിൽപ്പെട്ട കാട്ടുപൂച്ച ഇന്ന് അപൂർവ കാഴ്ചയാണ്. എന്നാൽ വൻതാരയിൽ ഇവയ്ക്കായുള്ള ബ്രീഡിംഗ് പദ്ധതി നടപ്പാക്കുന്നുണ്ട്. ഇന്ന് ഒരു അപൂർവ കാഴ്ചയാണ്. എന്നാൽ വൻതാരയിൽ ഇവയ്ക്കുള്ള ബ്രീഡിംഗ് പദ്ധതി നടപ്പാക്കുന്നുണ്ട്. പ്രധാനമന്ത്രി പിന്നെ എത്തിയത് വൻതാരയിലെ കടുവകളുടെ കൂട്ടിലായിരുന്നു. ഗ്ലാസിനപ്പുറത്തിരുന്ന് അദ്ദേഹം അവയെ നിരീക്ഷിച്ചു. ഗാംഭീര്യമുള്ള സിംഹങ്ങളുടെ ആവാസ കേന്ദ്രമാണ് വൻതാര. ഈ വന്യജീവി സങ്കേതം അവയ്ക്ക് എങ്ങനെ സുരക്ഷിതമായ ഒരു ഇടം സൃഷ്ടിച്ചുവെന്ന് പ്രധാനമന്ത്രി നേരിൽ കണ്ടു. ഇന്ത്യൻ കാടുകളിലേക്ക് ചീറ്റകളെ കൊണ്ടുവരാൻ വൻതാരയുടെ സംരക്ഷണ പരിപാടി സഹായിക്കുന്നു. ഈ ദൗത്യം പ്രധാനമന്ത്രിക്ക് വളരെയേറെ താല്പര്യമുള്ളതാണ്. K2 ചീറ്റകളുടെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹത്തിനത് ഒരു വൈകാരിക നിമിഷമായി മാറി. You've rescued so many animals. So my mother Yeah. and me and my father, my mother mostly rescued Gauri, our first elephant, and my mother, as you know, is my biggest inspiration. And I think Gauri is our favorite amongst the family. And my brother's son Prithvi, his only vacation is Jamnagar. So whenever we get, so my whole family's vacation point is Jamnagar. We don't go anywhere else. So are you going to allow others also to come and study, learn? Are you Yes. going to open So this is going to be an education
hub. As you know, we have more than 200 rescued elephants. We have more than 150 rescued leopards. This is going to be an education hub. We're just waiting for the right time to open to the public. We're also building a zoological garden, which is a whole new, we don't want the cage concept. We don't want people to come and see animals are supposed to stay in cages, or people should come and be, animals should be used as a source of entertainment. Not a single elephant at their place was caged or chained. Or chained. So that was Even the animals you saw, every exhibit was made at a natural way. So we are hoping to open to the public soon, and this is a complete not-for-profit endeavor. We have no business interests. ആശുപത്രിയിലെ MRI റൂം സന്ദർശിച്ച പ്രധാനമന്ത്രിക്ക് സ്കാനിങ്ങിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഏഷ്യൻ സിംഹത്തെ കാണാൻ സാധിച്ചു. പ്രധാനമന്ത്രി ഓപ്പറേഷൻ തിയേറ്റർ സന്ദർശിച്ചപ്പോൾ ഒരു കാർ അപകടത്തിൽ സാരമായി പരിക്കേറ്റ പുള്ളിപ്പുലിയുടെ സർജറി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഗോൾഡൻ ടൈഗർ, സ്നോ ടൈഗേഴ്സ് തുടങ്ങി നിരവധി മൃഗങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ടു. പ്രധാനമന്ത്രി ഭക്ഷണം നൽകിയ വൈറ്റ് ലയൺ കുഞ്ഞ് അടുത്തിടെയാണ് വൻതാരയിൽ ജനിച്ചത്. അപകടത്തിൽപ്പെട്ട അതിന്റെ അമ്മയെ രക്ഷിച്ച് വൻതാരയിൽ എത്തിച്ച ശേഷമായിരുന്നു പ്രസവം. വൻതാര ആയിരക്കണക്കിന് മൃഗങ്ങൾക്കാണ് രക്ഷയായിരിക്കുന്നത്. അവയെ ചികിത്സിച്ചു, പരിപാലിച്ചു, പുനരധിവസിപ്പിച്ചു. ഈ കൂട്ടത്തിൽ ഫ്ലെമിംഗോകളും ഉൾപ്പെടുന്നു. പക്ഷികളുടെ ഒരു യൂണിറ്റ് സന്ദർശിച്ച പ്രധാനമന്ത്രിക്ക് അത് വളരെ ആകർഷണീയമായി തോന്നി. വൻതാരയിൽ അനന്ത് അംബാനി പ്രകൃതിദത്തമായ ഒരു കാണ്ടാമൃഗ പറുദീസ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒറ്റക്കൊമ്പൻ ജീവികൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ 5 ഏക്കർ വിസ്തൃതിയുള്ള ആവാസ വ്യവസ്ഥ. ഇവിടുത്തെ പുൽമേടുകൾ അവയുടെ യഥാർത്ഥ ആവാസ വ്യവസ്ഥയെ അനുകരിക്കുന്നതാണ്. യഥാർത്ഥ ജലാശയങ്ങളും ചെളിയും നിറഞ്ഞതാണ് സ്ഥലം. പ്രധാനമന്ത്രിയും മറ്റുള്ളവരും ചേർന്ന് കാണ്ടാമൃഗങ്ങൾക്ക് ക്യാരറ്റും വാഴപ്പഴവും നൽകി. വൻതാരയുടെ ഉള്ളിൽ പ്രധാനമന്ത്രിക്ക് ചെറുതും വലുതുമായ നിരവധി ജീവികളെ കാണാൻ കഴിഞ്ഞു. ലെമറുകൾ മുതൽ സൗഹൃദമായി ഇടപഴകുന്ന സീലുകളെ വരെ കണ്ടു. ഒറാങ്ങുട്ടനെ കണ്ടത് പ്രത്യേക അനുഭവമായി. Human welfare, there are a lot of people working, but animal welfare, there are few people working. I think I was the chosen one, and I was fortunate enough that God's blessings that I could do seva of animals. For me, in today's life you can't see God, but I see God within every animal. They say that in our dharma, they say that in a cow there are 64 crore devtas. But for me, not only in a cow, but I see in every animal a devta. So it's my giving back to society. Does it help you heal? Yes, of course. So I've healed a lot in my own way, and I think it's all because of the animals' You've blessings. had your own, I've had my own battles with my health, so I have overcome that, and I think one of the biggest reasons is that of the blessings of these animals who we've rescued. And more than that, it also makes me feel that we're contributing back to society in some way.
പ്രധാനമന്ത്രിയും അനന്ത് അംബാനിയും ജിറാഫിന്റെ കൂട് സന്ദർശിച്ചു. ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ മൃഗങ്ങളെ അടുത്തുനിന്ന് കണ്ടു. വൻതാര അതിമനോഹരമായ സീബ്രകളുടെയും ആവാസ കേന്ദ്രമാണ്. പച്ചപ്പ് നിറഞ്ഞ ഈ പ്രദേശം അവയെ എങ്ങനെ ആരോഗ്യത്തോടെ നിലനിർത്തുന്നുവെന്ന് പ്രധാനമന്ത്രി മനസ്സിലാക്കി. പിന്നീട് കണ്ടത് ഉരകങ്ങളെ പാർപ്പിച്ചിരിക്കുന്ന വിഭാഗമായിരുന്നു. ഈ ജീവികൾക്ക് അവിശ്വസനീയമായ രീതിയിൽ സാഹചര്യത്തോട് പൊരുത്തപ്പെടാൻ കഴിയും. പ്രധാനമന്ത്രി ചീങ്കണ്ണികളെയും മുതലകളെയും നിരീക്ഷിച്ചു. അനന്ത് അംബാനിക്കൊപ്പം പ്രധാനമന്ത്രി അപൂർവമായ ഇനത്തിൽപ്പെട്ട പാമ്പുകളെ കണ്ടു. നിരവധി പാമ്പുകളെയാണ് വൻതാര രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. ഫിജി ഇഗ്വാനകൾ, ഗാലപ്പഗോസ് ലാൻഡ് ഇഗ്വാനകൾ, ഫിജി ക്രസ്റ്റഡ് ഇഗ്വാനകൾ എന്നിവയുൾപ്പെടെ ഇഗ്വാനകളെ ഇവിടെ സംരക്ഷിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പ്രധാന ആകർഷണം വൻതാരയിലെ പ്രശസ്തമായ ആന ക്യാമ്പ് ഉദ്ഘാടനമായിരുന്നു. സർക്കസുകൾ, തിരക്കേറിയ മൃഗശാലകൾ, അപകടകരമായ തെരുവുകൾ തുടങ്ങി ദുരിതപൂർണമായ ചുറ്റുപാടുകളിൽ നിന്ന് നൂറുകണക്കിന് ആനകളെയാണ് അനന്ത് അംബാനി മോചിപ്പിച്ചിട്ടുള്ളത്. I thought of, so domestic animals, there are many people who are doing a lot of good work across the country. Correct. But for wildlife, there are very few people. And you know, wildlife is getting endangered. Here, we have more than 50-60 endangered species. 50-60 Endangered species who we have rescued Okay. from various backgrounds like circuses, from road accidents, from animal-human conflict, from zoos which are overcrowded. We have rescued animals from all across, from hunting lodges in South Africa and from other places. So while we were rescuing them, I thought that we need a state-of-the-art hospital. We need a state-of-the-art facility. I don't want to keep them in cages. I want to keep them in their natural habitat. So we worked very hard. You saw today, I showed you. Yeah. We have mimicked the natural habitat to the T, as to the best of my ability. And my team is more important than me. There's a trust, and the trust runs it. So the team has created a wildlife sanctuary, and each enclosure has its own biodiversity. From the plants to the water body to even the rocks and the logs are from originally where the animals came from. Our focus is that India should not have any wild animals suffering in captivity, or any wild animal should not go without being treated. That's a very, very big thought. വൻതാര അവയ്ക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ അവസരമൊരുക്കുന്നു. ആനകളുടെ ലോകത്തെ ഏറ്റവും വലുതും നൂതനവുമായ ആശുപത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു. കേന്ദ്രീകൃതമായി ശീതീകരിച്ചതാണ് ഈ സമുച്ചയം. ശാരീരിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആനകളിൽ സങ്കീർണമായ ശസ്ത്രക്രിയകൾ നടത്തുന്നതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ആശുപത്രി. ആനകളെ കിടത്തി 4 അടി വരെ ഉയർത്താൻ കഴിയുന്ന ഹൈഡ്രോളിക് പ്ലാറ്റ്ഫോം പ്രധാനമന്ത്രി കണ്ടു. ഇത് വിദഗ്ധ സംഘത്തിന് ആനയുടെ വിവിധ ശരീരഭാഗങ്ങളിൽ ദീർഘനേരം ശസ്ത്രക്രിയ ചെയ്യാൻ വേണ്ടി തയ്യാറാക്കിയതാണ്. ആനകൾക്ക് ശാരീരിക അസ്വസ്ഥതകളോ സമ്മർദ്ദമോ ഉണ്ടാകാതെ ചികിത്സിക്കാനും ഇതുവഴി കഴിയും. പ്രധാനമന്ത്രി മോദി വിശാലമായ ആന ക്യാമ്പിന് ചുറ്റും സഫാരി നടത്തി. ആനകൾ സ്വസ്ഥതയോടെ കുളിക്കുന്നതും നീന്തുന്നതും വെറുതെ നടക്കുന്നതും കണ്ടു. വൻതാര കേന്ദ്രത്തിലെ ഡോക്ടർമാരുമായും മറ്റ് ജീവനക്കാരുമായും പ്രധാനമന്ത്രി സംവദിച്ചു. Mother has always been a great inspiration to me. My mother, when I was a young boy, and we were going, I was I think 12 years old, we were traveling from Jaipur to Ranthambore. In the middle, on the road, we saw a young elephant with a mahavat going on the road in the peak heat. And the elephant was walking a little weirdly. So I told my mom we want to rescue it. So that was the first elephant, and we had no idea how to take care of elephant. So we got the elephant, we kept it, and then we said we'll build slowly, boon boon se sagar banta hai. Right. So we slowly, and today we have. That time we did not even know what to feed the elephant. We would do what the Mahavat says. Correct. We had no scientific knowledge. We built a scientific knowledge over a period of, I think, a decade and more. Today we have a highly professional team, more than 300-400 professionals taking care. പുനരുപയോഗ ഊർജ ഉൽപാദന കേന്ദ്രമായ ധീരുഭായ് അംബാനി ഗ്രീൻ എനർജി ഗിഗാ കോംപ്ലക്സ് സന്ദർശിച്ചുകൊണ്ടാണ്
പ്രധാനമന്ത്രി തന്റെ ജാംനഗറിലെ ദിവസം അവസാനിപ്പിച്ചത്. 5000 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ സമുച്ചയത്തിൽ 5 ഗിഗാ ഫാക്ടറികളുണ്ട്. റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ പുതിയ ഊർജ്ജ ബിസിനസിന്റെ കളിത്തൊട്ടിലാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ end-to-end സംയോജിത പുനരുപയോഗ ഊർജ്ജ നിർമ്മാണ സൗകര്യങ്ങളിലൊന്നായാണ് ധീരുഭായ് അംബാനി ഗ്രീൻ എനർജി ഗിഗാ മാനുഫാക്ചറിംഗ് കോംപ്ലക്സിനെ മുകേഷ് അംബാനി വിഭാവനം ചെയ്തിട്ടുള്ളത്. I would say this is my father's and my grandfather's dream. They've worked very hard. We're the world's largest refinery. We're getting the world's largest new energy plant here. And they've built everything from scratch. My mother built the township where all our employees live. She's created a city, and it was a barren desert. And thanks to my parents, this exists. And even I have seen Jamnagar since 1997. The villages around have prospered so much. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് അംബാനി കുടുംബം നന്ദി അറിയിച്ചു. ഏറ്റവും പ്രായം കുറഞ്ഞ തലമുറ അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി പ്രണാമം ചെയ്തു. വന്യജീവികളെയും ജൈവ വൈവിധ്യത്തെയും സംരക്ഷിക്കാനുള്ള റിലയൻസിന്റെ സമർപ്പണത്തിന് സമൃദ്ധവും ശോഭനവുമായ ഭാവി ആശംസിച്ച് ഒരു കൂട്ടം പക്ഷികളെ പ്രധാനമന്ത്രി ആകാശത്തേക്ക് പറത്തിവിട്ടു. കോഴിക്കോട് താമരശ്ശേരിയിൽ